നമസ്കാരം സർ. സർ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ ആ അവസരത്തിൽ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിവരം പുറത്തു വരുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് വളരെ ഭീകരമായ ഒരു കാര്യമല്ലേ സാർ? ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. കാരണം അത് കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ കുറയുന്നൊന്നുമില്ല. പിന്നെ യുദ്ധമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിർത്തി എപ്പോഴും യുദ്ധസമാധാനം തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആക്രമണങ്ങൾ കുറയുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. പിന്നെ ഇപ്പം പറഞ്ഞേക്കുന്ന ഈ വാർത്ത, അതായത് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ വാർത്ത, അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരതിന് കഴിവുള്ളവരൊന്നുമല്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്നവർ അവർക്ക് നാട് കൂടുമൊന്നും ഇല്ലാതെ ഇപ്പോൾ നടക്കുകയാണ്. കാരണം അവിടുത്തെ ഈ മ്യാൻമാറിൽ നിന്ന് അവരെ മുഴുവൻ അടിച്ചിറക്കി വിട്ടു, ഒരുപാട് പേരെ കൊലപ്പെടുത്തി. അത് ഓങ് സാൻ സൂചി വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു പുതിയ ഡെവലപ്മെൻ്റാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. അവിടെ എത്നിക് ക്ലാഷുകൾ ഉണ്ടായിരുന്നു, എന്നാലും ഇത്രത്തോളം ഇല്ല. കാരണം അവിടെ ബുദ്ധമതക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ശ്രീബുദ്ധൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അഹിംസയാണ്. പക്ഷേ ഇവരതങ്ങ് മാറ്റി വെച്ച് ഹിംസയായിട്ട് മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവരധികാരത്തിൽ തന്നെ ഇല്ല, അവിടെ പട്ടാളം തന്നെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് മാറിയേക്കാണ്. അപ്പോൾ ഈ അവിടുത്തെ മുസ്ലിങ്ങൾ, ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വർഗ്ഗം, ഒരു വിഭാഗം, അവരെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടിട്ട് അവർക്ക് എങ്ങും ഇല്ല. അവരെ ബംഗ്ലാദേശ് അവരെ അവിടെ കയറ്റത്തില്ല. അവരെ ലോകത്ത് വേറെ എങ്ങും കയറാനില്ല. അവർ കടലിൽ ബോട്ടിൽ ഇപ്പോഴും കഴിയുന്ന ആളുകൾ. കടലിലാകുമ്പോൾ അവർക്ക് ബോട്ടിനകത്ത് താമസിക്കുക, ആ രീതിയിൽ കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. എന്നാലും ഇന്ത്യയിൽ അവരെ പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല. അങ്ങനെ നടക്കുന്ന ആളുകളാണ് അവർ. ഇനിയപ്പോൾ അവരെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് ഈ ജന്മഭൂമിയിൽ വന്നതല്ലാതെ വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഞാൻ ഹിന്ദുവിനകത്ത് ഞാനത് കണ്ടില്ല. മറ്റ് പത്രങ്ങളിലൊന്നും, മാതൃഭൂമി ഞാൻ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാണ്, അതിലില്ല. കേരളാവധി ഇതിലൊന്നും ഇല്ല, ഞാൻ ഒന്നുമില്ല കണ്ടില്ല. ഇൻ്റർനാഷണൽ ന്യൂസുകളിൽ പലത് വേറെ എങ്ങും ഞാൻ പരിധിയിട്ടൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജന്മഭൂമിക്കകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നുള്ളത് ശരിയാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിൻ്റെ ആധികാരികത എനിക്ക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഊഹം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ISI, അതായത് ഇൻ്റർസ്റ്റേറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടന എന്ന് പറയുന്നവർ അവരെന്ത് ചെയ്യുന്നവന്മാരാണ് അതിനകത്ത്. അതുകൊണ്ട് അവരിങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അവർ ഇതുപോലുള്ള പണികളെല്ലാം ചെയ്യും. അവർ എന്ന് പറഞ്ഞാൽ അവർ മാതൃകയാക്കുന്നത് ഇസ്രായേലിൻ്റെ മൊസാദിനെയാണ്. ആ മൊസാദിനെ എങ്ങനെയാണ്, അതല്ലെങ്കിൽ CIA അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിനുള്ള കഴിവൊന്നും അവർക്കില്ല, അത് വേറെ കാര്യം. അത്രയുള്ള കഴിവൊന്നും ഉള്ളവരല്ല. എന്നാലും അവരതിന് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ ഏത് വഴിക്ക് നീങ്ങും. അപ്പോൾ അവർ ഇതേപോലെ പണമൊക്കെ കൊടുത്ത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കടത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതത്ര എളുപ്പമുള്ള ഒരു പ്രക്രിയ അല്ലിപ്പോൾ. കാരണം ഇന്ത്യൻ മിലിറ്ററിയൊക്കെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലല്ല. ഇപ്പോൾ ധാരാളം നല്ല കാവലുണ്ട്. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്നുള്ള ഇൻഫിൽട്രേഷനൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെ അത്രയില്ല. പക്ഷേ അവിടെ അൺട്രസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ മിലിറ്ററി സാന്നിധ്യം വളരെ ഉള്ളതാണ്. അതുകൊണ്ട് അത്ര എളുപ്പം അങ്ങനെ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അത് ഈ പാകിസ്ഥാനെ ഏത് വിധത്തിലും ഇന്ത്യയെ പരാജയപ്പെടുത്തണം, ഏത് വിധത്തിലും ഇന്ത്യയെ ദ്രോഹിക്കണം എന്ന് ഉള്ള മാത്രം ഉദ്ദേശിച്ച് പോകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവന്മാരെ നന്നാവാത്തത്. അവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കയറ്റമാണ്, വളരെ വില കൂടുതലാണ്. സാധാരണ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അവിടെ സാധാരണക്കാർക്ക്. ആ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള ഒരു രാജ്യം. പക്ഷേ
അവന്മാർ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് കൂടുതലും അവിടുത്തെ മിലിറ്ററിക്ക് വേണ്ടിയാണ്. കാരണം അവിടുത്തെ മിലിറ്ററിയാ തീരുമാനിക്കുന്നത് എവിടെ ആര് ഭരിക്കണമെന്ന്. അതുകൊണ്ടാണ് അണ്ടർസ്റ്റാണ് ഇപ്പോഴും ഉണ്ടായത്. ഇപ്പോൾ അത് കാരണം എന്താണെന്നറിയോ, ഈ ISIക്കൊക്കെ അവിടെ വലിയ സ്വാധീനമുണ്ട്, സർക്കാരിലായാലും മിലിറ്ററിയിലായാലും. അപ്പോൾ അവരുടെ വകയാണല്ലോ ഈ സാധനം. ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ ശല്യപ്പെടുത്തുക എന്നുള്ള ഒരു ധാരണയിൽ ഇവിടെ ഇന്ത്യയെ ആക്രമിക്കാനൊന്നും ഒക്കത്തില്ല. ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് എന്തോ ആക്രമിക്കാനായവന്മാർ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളെന്ന് വിചാരിച്ചാൽ യവന്മാർക്ക് എത്ര പണം കിട്ടിയാലും ശരി ഇന്ത്യയിലെ ആക്രമണമൊന്നും നടത്താൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള കഴിവൊന്നും ഓർക്കില്ല. കാരണം ഇവിടെ അത്രത്തോളം നമ്മുടെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഏത് രാജ്യത്തും ഉപദ്രവങ്ങൾ ഉണ്ടാകത്തില്ല. ഇപ്പം അമേരിക്ക തന്നെ ഇന്നലെ കണ്ടില്ലേ, ഒരു 14 വയസ്സുകാരൻ ആണ് ഒരു റൈഫിൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. സെമി ഓട്ടോമാറ്റിക് റൈഫിളാണ്. അവൻ്റെ അച്ഛൻ വേട്ടയാടാൻ കൊണ്ടുവച്ചിരുന്ന സാധനം ഇതെടുത്ത് കൊണ്ടുപോയി വെറുതെ പോയി കുറേ എണ്ണത്തിനെ അടിച്ചു കൊന്നു. ഇത് തന്നെ സംഭവിച്ചേക്കുന്നത്. അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഈ സ്കൂളുകളിലൊക്കെ ഉള്ള കഴിഞ്ഞ വർഷത്തെ തന്നെ അതിൻ്റെ എണ്ണം പറയുന്നത് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. ആക്രമണങ്ങൾ ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്ന എന്ന് പറയുന്നത് പോലെ ആർക്കും എവിടെ ആക്രമണമൊക്കെ നടത്താം. പക്ഷെ നടത്തിയിട്ട് രക്ഷപ്പെടാനും നോക്കത്തില്ല. പിടിക്കപ്പെട്ടാൽ ഇത് വലിയ പ്രശ്നവും ആവും. അതെ, രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊണ്ട് ഇങ്ങനൊരു കുഴപ്പം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള കഴിവുള്ളവന്മാരല്ല അവർ, പാവങ്ങളാണ്. പിന്നെ ഈ ISI അവർക്ക് വിളിച്ച് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് ശരിയാക്കി എടുത്ത് ഒരാക്രമണം നടത്തിക്കാൻ അതിലും നല്ലത് അവന്മാർ അവിടെ നിന്ന് ഒഴിഞ്ഞു കയറുന്നതല്ലേ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പം നമ്മളിപ്പോഴും കണ്ടോളൂ, ഈ ജമ്മുവും കാശ്മീരുമായിട്ട് രണ്ടായിട്ട് അതിനെ 2 സ്വയംഭരണ പ്രദേശങ്ങളായിട്ട് അങ്ങ് മാറ്റി വിഭജിച്ചു. സംസ്ഥാന പദവി നഷ്ടപ്പെടുത്തി. എന്നിട്ട് പോലും ഇപ്പോഴെന്തെങ്കിലും കുറവുണ്ട്. ഇപ്പോഴും കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ പാകിസ്ഥാനികളാണ് ഈ ചെയ്യുന്നത്, വേറെ ആരുമല്ല. അവന്മാരിപ്പോഴും ഇന്ത്യയിലേക്ക് തുഴഞ്ഞു കയറുകയാണ്. കയറിയിട്ട് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് കയറും. ഇവരെ ഒന്നും കണ്ടാൽ തിരിച്ചറിയത്തില്ല. കാരണം ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരികളും തമ്മിൽ, അതായത് POKയും കാശ്മീരികളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല അവരെ. അപ്പോൾ ആ രീതിയിൽ അവരെ കാഴ്ചയിലൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. പാകിസ്ഥാനികൾക്കും ഇവരുമായിട്ട് വളരെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവന്മാർ കയറി വന്നാൽ അത് അറിയത്തില്ല, ആരൊക്കെയാണെന്നുള്ളത് അറിയത്തില്ല. വലിയ അതിർത്തി പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്തൂടെ കയറി കണ്ണു വെട്ടിച്ച് വളരെ ജാഗരൂകരായിട്ട് നമ്മുടെ മിലിറ്ററി അവിടെ നിൽക്കുന്നെങ്കിൽ പോലും അതിനിടയിൽ കൂടെ കയറി പലപ്പോഴും തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്തോട്ട് കയറുന്നത്. മണ്ണിനടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കി ഈ അതിർത്തിക്ക് അപ്പുറത്ത് വന്ന് കയറി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് എളുപ്പമല്ല ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ പരിശീലിപ്പിച്ച് പണവും കൊടുത്ത് കൊണ്ടുവന്ന് ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ട് അത് നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ ആധികാരികത ഉറപ്പാക്കണം. വേറെ ഒന്നിലും അത് ഒരു കൊറാബറേറ്റ് ചെയ്യാനുള്ള ഒരു ന്യൂസ് ആയിട്ട് ഞാൻ മറ്റ് മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. അതുകൊണ്ട് സർ, ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയിൽ നുഴഞ്ഞുകയറ്റം നടത്താനും ഭീകരാക്രമണങ്ങൾ നടത്താനും തന്ത്രങ്ങൾ മെനയുകയാണ്. ഏത് രീതിയിലും ഇന്ത്യയെ തകർക്കുക എന്നുള്ളൊരു പദ്ധതി എപ്പോഴും പാകിസ്ഥാന്റെ മനസ്സിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവർ ആരെങ്കിലുമൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, അവര് ഏതറ്റം വരെ പോവും യവന്മാർക്ക്. കാരണം ഇവർക്ക് നന്നാവാണ് ഉള്ള ഉദ്ദേശമൊന്നുമില്ല. ആ നാട് നന്നാക്കണമെന്നുള്ള ഉദ്ദേശം അവർക്കില്ല. പാകിസ്ഥാൻ നന്നാക്കണമെന്ന് അവന്മാർക്ക് ഉദ്ദേശമൊന്നുമില്ല. ISIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ മിലിറ്ററിയുടെ സപ്പോർട്ടോടുകൂടി ഇന്ത്യയെ ശല്യപ്പെടുത്തുക, ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം അൺട്രസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം തന്നെ നമ്മൾ തന്നെ കണ്ടില്ലേ, നമുക്ക് ഈ മിലിറ്ററിക്കൊക്കെ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ വലിയ തുക നീക്കി വെക്കേണ്ടതിൻ്റെ കാരണം എന്താ? 2 രാജ്യങ്ങളാണ് അതിൻ്റെ കാരണക്കാർ. ഒന്ന് പാകിസ്ഥാൻ, നമ്പർ 2 ആയിട്ട് വരുന്ന ചൈനയിൽ നിന്ന് വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ പോലും കൊണ്ട് ബുദ്ധിമുട്ടാണ്. ആ അതിർത്തിയിലും പാകിസ്ഥാൻ്റെ അതിർത്തിയിലും നമ്മൾ ഒരുപാട് പണം ചെലവാക്കേണ്ടതായിട്ട് വരുവാണ്. അത് വലിയ ഇന്ത്യൻ നമ്മുടെ ആ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടലൊടിക്കുന്നത് പോലാണ് മിലിറ്ററിയുടെ ചെലവ് വരുന്നത്. കാരണം അത്രത്തോളം നമ്മൾ മിലിറ്ററിയെ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ആഡഡായിട്ട് വന്നേക്കുന്നതാണ് ബംഗ്ലാദേശ് എന്ന് ആലോചിച്ച് നോക്കുന്നത്. ആ ബംഗ്ലാദേശ് അതിർത്തിയിൽ അവിടെയും അൺട്രസ്റ്റ് ആയതുകൊണ്ട് അവിടെയും ബുദ്ധിമുട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ പാകിസ്ഥാൻ ഇത് കടുപ്പിക്കുന്നത്. കടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരേതറ്റം വരെ പോകും. ഞാൻ പറഞ്ഞതുപോലെ അവർ ഭിക്ഷക്കാരെ വേണമെങ്കിലും കയറ്റിവിടും. അന്നേരമാണോ പിന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താതെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. വളരെ നന്ദി സർ. ഓക്കെ.